ഈ ദിവസം രാവിലെ ഇറങ്ങിയതാട്ടോ. എല്ലാം കൂടി രാത്രി 7 മണി വരെ ഫുൾ കറക്കായിരുന്നു. അപ്പോൾ നമുക്ക് 2 ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. തൊട്ടിൽപ്പാലം നേരെ ബസ് പിടിച്ച് ബാങ്കിലെത്തി. ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സമയമായി. ഇനി നേരെ നമുക്ക് വടകരയാണ് കേട്ടോ പോകേണ്ടത്. അങ്ങനെ ബസ്സിലൊക്കെ കയറുന്ന എന്നോട് ഉറങ്ങിപ്പോയി. കാരണം 1 മണിക്കൂർ കൊണ്ടല്ല വടകര എത്താൻ. അങ്ങനെ വടകര ഞാൻ പണ്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഫിനാൻസിൽ എത്തിയിട്ടുണ്ട്. ഈ വരുന്നത് അമലും ഈ കാണുന്നത് എൻ്റെ അവിടെയുള്ള ഫ്രണ്ടായിട്ടുള്ള നയനയും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ നേരെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വടകര SRKയിലാണ്. സൂപ്പറായിട്ടുള്ള മസാല ദോശ പണ്ട് മുതലേ ഞങ്ങൾ അവിടുന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ടാവട്ടെ. എൻ്റെ കൂടെ പണ്ട് പഠിച്ചായിരുന്നു. പുള്ളിക്കാരൻ കുറേ പൈസ കൊടുക്കാനൊക്കെ നോക്കി ഇവന് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മസാല ദോശയ്ക്കുള്ള കാത്തിരിപ്പായിരുന്നു. അവസാനം ദോശ വന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഓരോ മസാലയും കൂട്ടിയിട്ട് ഓരോ ചട്നീനെ കൂടി കുത്തി കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ മുകളിലോട്ട് നോക്കുന്നത് എൻ്റെ ക്യാമറ കുത്തിച്ചാരി വെച്ചത് ആരെയും വന്ന് തട്ടുമെന്ന് പേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വരുമ്പോൾ ഒരു കടലയും കൂടി വാങ്ങിയിട്ടുണ്ട്. വിശപ്പ് മതിയായില്ലെന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് നമ്മൾ കക്കട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മുത്തോടനെ വന്ന് ടാറ്റാ ബൈ പറഞ്ഞ് പോയി. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.